ഗായ്സ്, അപ്പോൾ ഒരുപാട് കാലമായി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. സോ പുത്തൻ വിശേഷം എന്തൊക്കെയാണെന്ന് നമുക്ക് വീഡിയോയിലൂടെ തന്നെ കണ്ടു നോക്കാം. അപ്പം ഇന്ന് നമ്മുടെ ചന്ദനയുടെ, അതായത് എൻ്റെ അനിയത്തിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൾ ഇങ്ങോട്ട് അവിടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവൾ തിരുവല്ലയ്ക്ക് വരും, ഇന്ന് പുഷ്പമേള ആയിക്കോട്ടെ. അപ്പോൾ അതൊക്കെ ഞങ്ങളൊന്ന് കറങ്ങിയിട്ട് തിരിച്ച് അവളുടെ അങ്ങോട്ട് പോകാനായിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം ഇന്ന് അവളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് നമ്മൾ അവൾക്കൊരു സർപ്രൈസ് ചെയ്യുന്നുണ്ട്. അപ്പം സർപ്രൈസ് ചെയ്യാനായിട്ട് കേക്കൊക്കെ ആയിട്ട് വളരെ ബിസി ആയിട്ടുള്ളൊരു ബിസി പേഴ്സണും എൻ്റെ കൂടെ ഉണ്ട്. ആളിപ്പോൾ വന്നതേ ഉള്ളൂ. ആൾ പെട്ടെന്ന് പോകുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം നമുക്ക് ആളെ ഒന്ന് കാണാം. ആൾ കേക്കൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ ചന്ദനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞാൻ വന്നിട്ട് കുറേ നേരമായി. ചേട്ടൻ ഇപ്പോൾ വന്നേ ഉള്ളൂ. ചന്ദന വരുമായിരിക്കും. ഇപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഞങ്ങളുടെ കേക്കൊക്കെ ഉണ്ട്. കാണിക്കും കേക്ക്. ഇത് അവർക്കിതൊന്നും അറിയത്തില്ല. പിന്നെ നമ്മുടെ വേറെ ഗിഫ്റ്റ് ഇരിപ്പുണ്ട്. അത് ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ടേ കൊടുക്കത്തുള്ളൂ. ഇവനിപ്പോൾ പോകും അല്ലേ? അയ്യേ, അവന് തിരക്കാം. ഇങ്ങനെ വെക്കാതെ. അങ്ങനെ നമ്മൾ ഫ്ലവർ ഷോയുടെ ഉള്ളിലേക്ക് കയറാനുള്ള പാസ് എടുക്കാനായിട്ട് ചേട്ടൻ ക്യൂ ഒക്കെ നിന്നു. അങ്ങനെ പാസ് എടുത്ത് കഴിയുമ്പോഴത്തേനാണ് നമ്മുടെ കഥാനായികയുടെ എൻട്രി. നീ ആരെയും വിളിച്ചുകൊണ്ടിരിക്കും. നീ കാണല്ലേ? എന്തിയാ പൊട്ടിക്കളി? അതെ, വരുന്നുണ്ട്. കണ്ടെന്നതോ ഇങ്ങോട്ട് വാ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഗൈസ്, അങ്ങനെ ഞങ്ങൾ സർപ്രൈസ് കേക്ക് കൊടുത്തു. ഞങ്ങൾ കയറാൻ പോവാണ്. ടിക്കറ്റൊക്കെ എടുത്തു. ആണോ? അങ്ങനെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരു ആനയുടെ പ്രതിമയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഫോട്ടോ എടുത്തു. പിന്നെ അങ്ങോട്ടേക്ക് പൂക്കളുടെ പല വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സിൻ്റെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു. എന്താണെന്നറിയില്ല, എനിക്കുണ്ടല്ലോ അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഫ്ലവർ ആയിരുന്നു. പിന്നെ നമുക്കവിടെ ഫോട്ടോ എടുക്കാൻ പല പല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഒരുപാട് നല്ല സ്ഥലങ്ങളുള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇവിടെ എല്ലാം നിന്ന് ഒരുപാട് ഫോട്ടോസ് എടുത്തു. ഈ ഫ്ലവറിൻ്റെ പേരറിയാവുന്നൊരു കമൻറ്റ് ചെയ്തു. അപ്പോൾ എനിക്കറിയാലോ ആരൊക്കെ വീഡിയോ കാണുന്നുണ്ടെന്ന്. ഡൈനോസർ കുളത്തിൽ വെള്ളം കുടിക്കാൻ വന്ന രീതിയിൽ തോന്നിപ്പിക്കുന്ന ഒരു ഡൈനോസറിനെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ കുളത്തിലൊക്കെ കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ടായിരുന്നു. ചില മീനൊക്കെ ചത്തുപോയായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് 2-3 മാസത്തോളം ആയി. ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യാൻ അപ്ലോഡ് ചെയ്യാനൊക്കെ നമുക്ക് ടൈം കിട്ടിയത്. ഇങ്ങോട്ട് നീങ്ങ്, പിടി, ഇങ്ങോട്ട് നീങ്ങ്, കൈ താക്ക്, കുറച്ചുകൂടെ നീങ്ങ്, പൊക്ക് കൈ. പൂക്കളുടെ കാഴ്ചയൊക്കെ കഴിഞ്ഞപ്പം അടുത്ത നമ്മളിനി പെയിൻറ്റിങ്സിലോട്ടാണ് കിടക്കുന്നത്. അന്ന് സൺഡേ ആയിരുന്നുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പെയിൻറ്റിങ്സിനെ പറ്റി പ്രത്യേകം എടുത്ത് പറയാം, എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ഫർണിച്ചേഴ്സ് വന്നു, ഫോൺ കവേഴ്സിൻ്റെ സ്റ്റോൾ വന്നു, ബുക്ക് സ്റ്റോൾ വന്നു, കളിപ്പാട്ടങ്ങൾ, എന്തെന്നില്ലാത്ത എല്ലാ സാധനങ്ങളും നമുക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു.
ഇത് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും ഇളയ കുട്ടി കാറുകൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വർക്കിംഗ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ എല്ലാം ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. അവിടുത്തെ ഒരു അടിപൊളി ഒരു കാറ് അച്ഛന് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ നമ്മളൊരു കുഞ്ഞു കാർ എടുത്തുകൊണ്ടെങ്കിൽ പോരുന്നു, അതിപ്പോൾ എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ച് വെപ്പിച്ചു. പിന്നെ അങ്ങോട്ട് മധുരപ്പലഹാരങ്ങളുടെ ഒരു മേളമായിരുന്നു. നമ്മൾ അവിടുന്ന് കാര്യമായിട്ടൊന്നും വാങ്ങിച്ചില്ല, കാരണം നമുക്ക് അറിയാം വെളിയിൽ ചെന്നിട്ട് റൈഡിലൊക്കെ കയറണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. സോ നമ്മൾ അവിടുന്ന് ഒരു കുഞ്ഞു കമ്മലും അങ്ങനെ എന്തോ കമ്മലും ഈ കാറ് മാത്രമേ നമ്മൾ അവിടുന്ന് സാധനമായിട്ട് വാങ്ങിച്ചുള്ളൂ. പിന്നെ അച്ചാർ, എൻ്റെ ദൈവമേ, അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്ത് മണമായിരുന്നു എന്നറിയോ അച്ചാറിൻ്റെ. പിന്നെ പെർഫ്യൂംസ് ഉണ്ടായിരുന്നു, പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. ആക്കാം. സെലക്ട് ചെയ്തു. ഞങ്ങൾ 3 ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചു. പല പല ഫ്ലേവറൊക്കെ മറന്നു ഇപ്പോൾ. ഇവിടെ ടാറ്റു അടിക്കുന്നവരുണ്ടായിരുന്നു. പിന്നെ ഈ സംഭവം കാണുമ്പോൾ ഇപ്പോഴും നൊസ്റ്റു അടിക്കും കേട്ടോ, ഈ മൈലാഞ്ചി ഇടുന്ന പരിപാടി. അങ്ങനെ കാഴ്ചകളൊക്കെ ഓൾമോസ്റ്റ് കഴിയാറായപ്പോഴത്തേന് അത് ഫുഡ് സെക്ഷനാണ്. നമുക്ക് ഇഷ്ടമുള്ള വാങ്ങിച്ച് കഴിക്കാൻ. പക്ഷേ ഞങ്ങൾ അവിടെ നിന്നൊന്നും വാങ്ങിച്ചില്ല. അവിടുത്തെ ഈ സ്കൈ ഡൈനിങ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിലും കയറിയില്ല, പേടിയുണ്ടായിട്ടൊന്നുമല്ല. ഇതാണ് ഒരു അടാറായിട്ട്, കുഞ്ഞുങ്ങൾ പോലും പേടിയില്ലാതെ കയറി ഇറങ്ങി വരുന്ന കണ്ടിട്ട് ധൈര്യപൂർവ്വം ഞാൻ കയറിയതാണ്. പക്ഷേ എൻ്റെ മനസ്സിലും ഞാൻ കുഞ്ഞിലേക്ക് വണ്ടർലൊക്കെ പോയി ഇതിൻ്റെ കയറിയിട്ടുണ്ട്, ഞാൻ പേടിച്ചില്ല. പക്ഷേ ഇത് കണ്ടു നോക്കാം, അല്ല കേട്ട് നോക്കാം. ഓൾറെഡി വ്ലോഗ് ഇടാനായിട്ട് വീഡിയോ ഓൺ ആയിരുന്നു, പക്ഷേ ഒരു വീഡിയോ എനിക്ക് മര്യാദയ്ക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. ഇത് പിന്നീട് കേട്ടപ്പോൾ എനിക്ക് തന്നെ കോമഡി ആയിരുന്നു. ആരെങ്കിലും വന്നിട്ട് പോരെ? പരിപാടിയെ കാണിച്ച് കഴിഞ്ഞോടി. ഇപ്പൊ നമ്മൾ ഇറങ്ങി. ഞാനൊന്നും കണ്ടില്ല ചേട്ടാ. ഞാനൊന്നും കണ്ടില്ല. നിങ്ങൾ വിളിച്ചോളം കാണിച്ചില്ലേ ഒരു കൈ, അത് മാത്രം ഞാൻ കണ്ടുള്ളൂ. എനിക്ക് സംഭവം എന്താ വെച്ചാൽ ഞാൻ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. ഞാൻ ആകെ ഒരു കൈ, ശവപ്പെട്ടിന്ന് ഒരു കൈ കണ്ടു. എനിക്ക് ഈ സൗണ്ടും ഭയങ്കര ഒച്ചയും അവിടുത്തെ കൊട്ടും എല്ലാം എന്തോ ഭയങ്കരമായിട്ട് കയറിയിട്ട് ടെൻഷനായിട്ട് എനിക്ക് കരയുമായിരുന്നു ഞാൻ കിടന്ന്. ഗായ്സ്, ഞങ്ങളാ പേടിക്കുന്ന സാധനത്തിൽ കയറി. ഇവള് മാത്രം പേടിച്ചു. എൻ്റെ മുടി പിന്നെ ഈ 2 സാധനം കൂടെ എന്നെ ഇട്ട് കളിയാക്കി ഞാനങ്ങ് നിലത്തായി നിൽക്കുന്ന സമയത്താണ് ഇതിൻ്റെ എൻട്രി. ഇതിൽ കയറിയിട്ട് നമുക്ക് ഇങ്ങനെ പോകുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വീഡിയോ എടുക്കാൻ പറ്റില്ല. പക്ഷേ 2 മുട്ടൻ പേടിയും, മുട്ടൻ കരച്ചിലല്ല, സ്റ്റക്കായി ഇരുന്നു പോയി. ഞങ്ങൾ കയറിയിരിക്കുവാണ്, പേടിക്കും. അതുകൊണ്ട് വീഡിയോ ഓഫ്. ഞാൻ വിചാരിച്ചു ഇതിലും ഞാനായിരിക്കും ഏറ്റവും പേടിക്കുന്നത്. പക്ഷേ ഞാനിതിൽ നല്ല സ്മാർട്ടായിട്ടിരുന്നു. ഇതുങ്ങൾ 2 പേരും പേടിച്ചൊരു വഴിയായി. പിന്നെ നമുക്ക് അവിടെ കയറണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയത് ഇതാട്ടോ. ഇത് 3D കാഴ്ചകളൊക്കെ പോലെ അത് അത്ര വലിയ സുഖമൊന്നും ഇല്ലായിരുന്നു. ബട്ട് ഓക്കെ. പിന്നെ സ്റ്റേജിൽ പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ തിരുവല്ല കാസി കിച്ചണിൽ പോയി. അവിടെ ചെന്നിട്ട് എന്തായാലും ഉറപ്പായിട്ട് ഞങ്ങൾ മന്തി ആയിരിക്കും വാങ്ങിക്കുക. അങ്ങനെ ഞങ്ങൾ മന്തിയൊക്കെ കഴിച്ചു. അപ്പോഴത്തേന് ലാലു വെച്ച് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നു. ചേട്ടൻ തിരിച്ച് വീട്ടിൽ പോയി. അപ്പം ഞങ്ങൾ വീട്ടിൽ വന്നിരിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അപ്പം ഞങ്ങളിവിടെ വന്നു. ഇനി ഞങ്ങൾക്ക് കേക്കൊക്കെ കട്ട് ചെയ്യണം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു ഡിയർ ചന്ന,
ഹാപ്പി ബർത്ത്ഡേ ടു യു. May the God bless you. May the God bless you. Happy birthday dear. Happy birthday. കേക്ക് കട്ടിങ് അവൾക്ക് ഓൾറെഡി അറിയാമായിരുന്നല്ലോ, പക്ഷെ നമ്മളിങ്ങനെ ഗിഫ്റ്റ് ചെയ്യുമെന്ന് അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെയാണ് നമ്മൾ കണ്ടത്. എന്തോ ഒത്തിരി ഹാപ്പിയാണ്, കാരണം ഈയിടെയായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതേപടി നടക്കുന്നു. ഗിഫ്റ്റ് വേറൊന്നും അല്ലായിരുന്നു, ഒരു ക്രോപ്പ് ടോപ്പും ഒരു ടോപ്പും ആയിരുന്നു. എല്ലാം ഒരു ഹറിബറിയിലായിരുന്നു, നമുക്ക് ഇത്രയൊക്കെ ചെയ്യാനേ പറ്റുള്ളൂ. എന്നാലും ഞങ്ങളും അവളും നല്ല ഹാപ്പിയാണ്. ടയർഡാണ്.